ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ളത് മൊമെന്റം സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം നമ്മളൊക്കെ ട്രേഡ് ചെയ്യുന്ന പല പല ആൾക്കാരും പല ക്യാപിറ്റലായിരിക്കും യൂസ് ചെയ്യുന്നത്. ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നവരുണ്ട്, അതായത് ബിഗിനർ പഠിക്കാൻ വരുന്നവരുണ്ട്. അപ്പം അവരുടെ കയ്യിൽ ചെറിയ ക്യാപിറ്റൽ ഉണ്ടാവും. അവർ പോയിട്ട് നമുക്ക് വലിയ അതായത് HDFC ഒക്കെ സ്റ്റോക്കിലൊന്നും പെട്ടെന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ചെറിയ സ്റ്റോക്കുകൾ, അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നൂറിന് ഈ ചില പെന്നി സ്റ്റോക്കുകളൊക്കെ നല്ല മൊമെന്റം വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതുപോലത്തെ സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കാം, അതുപോലെ തന്നെ നല്ല ഹൈ ക്യാപിറ്റൽ ഉള്ള സ്റ്റോക്കുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമുക്ക് നേരെ ഗൂഗിൾ പോവാ, ഗൂഗിൾ ക്രോമിൽ പോവാ. അവിടെ നമുക്ക് സെർച്ച് ചെയ്യണം TICKER ടാപ്പ് സ്ക്രീനർ. ഓക്കെ, സ്ക്രീനർ. ഓക്കെ, അതിന് നമ്മൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, അപ്പം ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയി വരിക. അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും സ്റ്റോക്ക് സ്ക്രീനിങ് അനലൈസ് ആൻഡ് ഫിൽട്ടർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്റ്റോക്കുകൾ ഇപ്പൊ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഓൾറെഡി ഈ ഒരു സ്റ്റോക്കുകൾ നമ്മൾ നോക്കണ്ട, നമുക്ക് ഇതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിനകത്ത് നിന്ന് എങ്ങനെ ഫിൽട്ടർ ചെയ്ത് എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ ഉള്ളവർക്കും വലിയ ക്യാപിറ്റലുകൾക്കും ഒരുപോലെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റോക്കാണ് വേണത്, പെന്നി സ്റ്റോക്ക് വേണോ, അതോ ഹൈ മൊമെന്റോ ഹൈ മിഡ് ക്യാപിറ്റൽ ഉള്ള സ്റ്റോക്ക് വേണോ, ഏത് വേണം, അതായത് 100 രൂപേന്റെ മുകളിലോട്ട് പോകണോ, 500ന്റെ മുകളിലോട്ട് പോകണോ, 1000, 2000, നിങ്ങൾ ഇഷ്ടം പോലെ ഫിൽട്ടർ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു സ്ക്രീനർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് ഗൂഗിളിൽ കിട്ടുന്നതാണ്. ഇതിനു വേണ്ടി വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. ചില സ്ക്രീനിലൊക്കെ നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം ഇതുപോലുള്ള സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മതി. നിങ്ങളുടെ നമ്പറും കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ അതായത് ഈ ഒരു സ്ക്രീനിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോക്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതിനകത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സെക്ടർ എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ സെക്ടർ വൈസ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് ഞാനിപ്പോ ഫാർമ സെക്ടർ, IT സെക്ടർ, ഓട്ടോമൊബൈല് ഇതുപോലെ ഡിവൈഡ് ചെയ്യാന്ന് വെച്ചോ. അപ്പം നിങ്ങൾക്ക് സെക്ടർ വൈസും ഇതിനകത്ത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഓരോ സ്റ്റോക്കിലെ ഹൈ മൊമെന്റം, ഹൈ മിഡ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് നിങ്ങൾക്ക് മാർക്കറ്റ് ക്യാപ്പ് എന്ന് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ സ്റ്റോക്ക് യൂണിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഷോ മോർ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നിഫ്റ്റി 50 സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ് 100. ഓക്കെ, ഇത് രണ്ടും സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മെല്ലെ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സെക്ടർ എടുക്കുന്നില്ല, അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് എടുക്കുന്നില്ല, ക്ലോസ് പ്രൈസ്. ഓക്കെ, ക്ലോസ് പ്രൈസ് സെലക്ട് ചെയ്താൽ മേലോട്ട് സ്ക്രോൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതാണ് വേണ്ടത്, അതായത് എത്ര പൈസ മുതലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വേണ്ടത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയാം. പെന്നി സ്റ്റോക്ക് ആണ് നിങ്ങൾ നോക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു 100ന്റെ മുകളിലോട്ടുള്ള സ്റ്റോക്ക് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 100 കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെന്നി സ്റ്റോക്ക് ആണ്, നിങ്ങൾ 1 രൂപേന്റെ മുകളിലോട്ടുള്ള സ്റ്റോക്ക് ആണ് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെറിയ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ മുതലുള്ള സ്റ്റോക്ക് അവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതായത് 2, അതായത് എത്ര മുതൽ എത്ര വരെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 100 കൊടുക്കാം. അപ്പം 100ന്റെ ലിസ്റ്റുള്ള ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഇവിടെ ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്ക് 100 കൊടുക്കാം. 100ന് മേലോട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഓക്കെ, 100 to 2000 കൊടുക്കാം. അതാകുമ്പോൾ അത്യാവശ്യം മൊമെന്റം, അതായത് മൊമെന്റം ഉള്ള സ്റ്റോക്കുകളായിരിക്കും. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഫിൽട്ടർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ എന്താണ് കുറച്ച് സ്റ്റോക്കുകൾ ഫിൽട്ടർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രിയിലാണ്. അതിന്റെ മിഡ് ക്യാപ്പ്, അതായത് ഏറ്റവും ഹൈ ആയി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള, ഇതിനകത്ത് കുറച്ച് ഡേറ്റകൾ കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണെന്നൊക്കെ, അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എത്രയായിരുന്നു എന്നൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കും. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കാണ് നമുക്ക് ആദ്യമായിട്ട് വന്നത്. നിങ്ങൾ ഇതിന്റെ പ്രൈസ്, അതായത് 2000 പ്രൈസിൽ ഒരു 10,000 അങ്ങനെ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് അത് വേറെ സ്റ്റോക്കുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിലൊക്കെ നല്ല മൊമെന്റം വരും. ഓക്കെ, അപ്പം ഇതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ ഒന്നോ രണ്ടോ സ്റ്റോക്ക് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിൽ സ്റ്റോക്കിനകത്ത് സെലക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ IT സെക്ടറിൽ നിന്ന് 2 സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫാർമ 2, ബാങ്കിങ് സെക്ടറിൽ നിന്ന് 2, ഓട്ടോമൊബൈൽ 2, ഇതുപോലെ നല്ല ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ആ പർട്ടിക്കുലർ സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഓപ്ഷൻ ട്രേഡ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ നിഫ്റ്റി 50 മാത്രമാണ് ട്രേഡ് എടുക്കാറ്. അതുപോലെ നിങ്ങളും ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഈ കാണുന്ന സ്റ്റോക്കിൽ മൊത്തം മാറി മാറി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ലോസിലായിരിക്കും കൊണ്ടെത്തിക്കുക. ഓക്കെ, ഇനി നമുക്ക് പെന്നി സ്റ്റോക്ക് എങ്ങനെയാണ് നോക്കുന്നത്. അതായത് പെന്നി ചെറിയ സ്റ്റോക്കിൽ, ചെറിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് നമുക്ക് ചെറിയ സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഇപ്പൊ സൺഫാർമയൊക്കെ ഉണ്ടോ, ഇങ്ങനെ നമുക്ക് ഇത് ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ, ഇപ്പൊ ബാങ്ക് ആണെങ്കിൽ ആക്സിസ് ബാങ്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പവറിന്റെ ആണെങ്കിൽ NTPC, അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്സ്, IT, വിപ്രോ, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തതിനകത്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഏറ്റവും ഹൈ ക്യാപിറ്റൽ സ്റ്റോക്കാണ് ഇവിടെ, മിഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ക്യാപിറ്റൽ സ്റ്റോക്കാണ് വന്നത്. അപ്പൊ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ചെറിയ പെന്നി സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. പെന്നി സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ ഇവിടെ 1 കൊടുക്കുക. ഇവിടെ നമുക്ക് മാക്സിമം എത്രയാണ് വേണ്ടത്, 100-നുള്ളിൽ സ്റ്റോക്ക് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കാണാം. പിന്നെ 100-നുള്ളിൽ ഹൈ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ ഇവിടെ വന്ന് കിടക്കാവുന്നതാണ്. അപ്പം ചില ടൈമിലൊക്കെ നമുക്ക് ഈ ഒരു പെന്നി സ്റ്റോക്കിലൊക്കെ, അതായത് 100-ന് താഴെയുള്ള സ്റ്റോക്കിലൊക്കെ നമുക്ക് നല്ല ഹൈ മൊമെന്റം വന്നിട്ട് കാണാൻ പറ്റും. അതുപോലത്തെ സ്റ്റോക്കുകൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്ക്രീനർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് GMR എയർപോർട്ട്സ് ആണ്, അത് കഴിഞ്ഞ് സുസ്ലോൺ ആണ്, NHPC, ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളൊരു 2-3 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിനകത്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ നിഫ്റ്റി 50, അതായത് 50 കമ്പനി, അതുപോലെ തന്നെ നിഫ്റ്റി 100-ന്റെ കമ്പനിയിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ട് വരുന്ന ബെസ്റ്റ് കമ്പനികളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം ഇതിന് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, കാരണം ഹൈ വോളിയം ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ട് ഇൻട്രാഡേ ട്രേഡിന് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ്. നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് പുതിയ സ്ക്രീനറും മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് വേറെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിപ്പം, അതായത് നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ഈ ഒരു ഓപ്ഷൻസ് മാത്രം മതി നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ IT സെക്ടർ ആണെങ്കിൽ IT, ഓട്ടോമൊബൈൽ, അതുപോലെ തന്നെ ബാങ്കിങ്, ഓക്കെ, നെക്സ്റ്റ് ഏതാ, ഫാർമസി, ഇങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും മാർക്കറ്റ് ക്യാപ്പ് ഉള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്ത് വെക്കുക. 2 വെച്ചിട്ട് ഓരോ സെക്ടറിലും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ, പർട്ടിക്കുലർ സ്റ്റോക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, ഒരു സെറ്റപ്പ് യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ